നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആലപ്പുഴ കളർകോട് ബസ്സും കാറും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വന്ന KSRTC ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. മരിച്ചത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് 53ാം പിറന്നാൾ. രാജ്യമെമ്പാടും വിപുലമായ ആഘോഷ പരിപാടികൾ. ആഘോഷങ്ങളിൽ പങ്കുചേർന്ന ഇന്ത്യയടക്കം 200-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ. ദേശീയ ദിനം ഇന്ത്യൻ പ്രവാസികൾക്കും ആഘോഷമാണെന്ന് ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ. നാൽപ്പത്തിയഞ്ചാമത് ഗൾഫ് ഉച്ചകോടിക്ക് കുവൈറ്റിൽ സമാപനം. സാമ്പത്തികം, വികസനം, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം. ഭക്ഷണവും വെള്ളവുമില്ലാതെ 13 മണിക്കൂർ കുവൈറ്റ് വിമാനത്താവളത്തിൽ കുടുങ്ങി ഇന്ത്യൻ യാത്രക്കാർ. പ്രതിഷേധത്തിനൊടുവിൽ യാത്രക്കാർക്ക് എയർപോർട്ട് ലോഞ്ചുകളിൽ താമസം ഒരുക്കി അധികൃതർ. എഞ്ചിൻ തകരാറിനെ തുടർന്നാണ് ഗൾഫ് എയർ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തത്. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 4 ജില്ലകളിൽ റെഡ് അലർട്ട്. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഫെയ്ഞ്ചൽ പ്രഭാവത്തിൽ തമിഴ്നാട്ടിൽ വൻ മഴക്കെടുതി. തിരുവണ്ണാമുല ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 7ആയി. പാർലമെന്റ് സ്തംഭനം ഒഴിവാക്കാൻ സർക്കാർ പ്രതിപക്ഷ ധാരണ. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചു. സംഭാൽ വിഷയം ഉന്നയിക്കാൻ നാളെ സമാജ്വാദി പാർട്ടിക്കും അനുമതി. ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തിയുമായി CPI. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ഇന്ന് രാത്രിയോട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആലപ്പുഴ കളർകോട് ബസ്സും കാറും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വന്ന KSRTC ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ശ്രീജിത്ത് നായർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഏറ്റവും ദാരുണമായ സംഭവം. മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. അതീവ ദാരുണവും അത്യന്തം ദുഃഖകരവുമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതീവ ദാരുണമായൊരു സംഭവമാണ് ആലപ്പുഴ കളർകോട് ഉണ്ടായിരിക്കുന്നത്. നിയന്ത്രണം വിട്ട കാർ KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 5 MBBS വിദ്യാർത്ഥികൾക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 10-നും 12-നും ഇടയ്ക്ക് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും 5 വിദ്യാർത്ഥികളുടെ മരണമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വൈറ്റിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്നു KSRTC സൂപ്പർ ഫാസ്റ്റിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ യാത്രികരായ വിദ്യാർത്ഥികൾ. കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത്. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, മലപ്പുറം സ്വദേശി ദേവാനന്ദ്, പാലക്കാട് സ്വദേശി ശ്രീദീപ്, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്രം നൽകുന്നതാണ്. കാറിലുണ്ടായിരുന്ന യാത്രക്കാരാണ് മരണമടഞ്ഞിരിക്കുന്നത്. 2 യുവാക്കൾക്ക് ഇപ്പോൾ ഘട്ടത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കണം. ഈ മരിച്ചവരെല്ലാവരും തന്നെ 1ാം വർഷ മെഡിക്കൽ കോളേജ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത്. ഷെവർലെ ടവേര കാറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കായംകുളം രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമാണിത്. ഈ കാർ വെട്ടിപ്പൊളിച്ചാണ് ഈ അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. കാർ വന്ന് അമിത വേഗത്തിലിരിക്കുകയായിരുന്നു. ഇപ്പം ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മഴയുമായി ബന്ധപ്പെട്ട മൂലം കാഴ്ച മങ്ങിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. എന്തായാലും അപകടമുണ്ടായിരിക്കുന്നു. അത് വളരെ വലിയൊരു ദാരുണാന്ത്യം. സൂപ്പർ ഫാസ്റ്റിലേക്ക് കാർ വന്ന് ഇടിച്ചാണ് അപകടമുണ്ടായത്. അരമണിക്കൂറോളം സമയമെടുത്താണ് കാറുള്ളവരെ പുറത്തെത്തിക്കുന്നത്. 5 വിദ്യാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മരിച്ചതായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അവരുടെ പേര് വിവരങ്ങളാണ് അല്പം മുമ്പ് പറഞ്ഞത്. എന്തായാലും വളരെ ദാരുണമായ ഒരു അപകടമാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് ആലപ്പുഴ കളർകോട് വെച്ചുണ്ടായിരിക്കുന്നത്. അഖില.
ശ്രീജിത്ത്, ഈ KSRTC ബസ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ബസ്സിലും ധാരാളം യാത്രക്കാർ ഉണ്ടായിരിക്കുമല്ലോ. അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ലഭ്യമാണോ? KSRTC ബസ്സിലുള്ള യാത്രക്കാർക്ക് ഇത്ര ഗുരുതരമായ പരിക്കേറ്റ വിവരം ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല. കാറിലുള്ളവർക്കാണ് കൂടുതൽ പരിക്ക് ഏറ്റിരിക്കുന്നത്. നിലവിൽ 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. KSRTC ബസ്സിലുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അത്ര ഗുരുതരമായ ഒരു പരിക്ക് അവർക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നേ ഉള്ളൂ. നിലവിൽ 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അഖില. ശരി ശ്രീജിത്ത്, 10-ലേറെ പേർ കാറിലുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ അടുത്ത സമയങ്ങളിലായിരിക്കും അറിയാൻ കഴിയുക. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കാർ വെട്ടിപ്പൊളിച്ചാണ് ഈ അപകടത്തിൽപ്പെട്ട യുവാക്കളെ പുറത്തെത്തിച്ചത്. അമിത വേഗത്തിലായിരുന്നുവെന്ന് ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ടെങ്കിൽ കൂടി കാലാവസ്ഥ പ്രതികൂലമായത് കാരണം കാഴ്ച മങ്ങി അപകടമുണ്ടായി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഒപ്പം കണ്ണൂർ, കോഴിക്കോട്, ലക്ഷദ്വീപ്, പാലക്കാട് സ്വദേശികൾ ആണ് ഈ കാറിൽ യാത്ര ചെയ്തിരുന്നത്. അവരാണ് അപകടത്തിൽപ്പെട്ടത്. ഏറ്റവും ദാരുണമായ സംഭവമാണ് റിപ്പോർട്ട് ചെയ്തത്. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വന്ന KSRTC ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ആലപ്പുഴ കളർകോട് വെച്ചാണ് അപകടമുണ്ടായത്. ആശുപത്രിയിൽ തുടരുന്നവരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റ് KSRTC ബസ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വലിയ അപകടം ഉണ്ടോ എന്നുള്ള വാർത്തകളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. എങ്കിൽ കൂടി വലിയ ഒരു അപകടം, ഏറ്റവും ദുഃഖകരമായ ഒരു ദിവസമായി മാറുകയാണ്. 5 പേർ നിലവിൽ മരിച്ചിട്ടുണ്ട്. അതും 18-19 വയസ്സ് പ്രായമുള്ള യുവാക്കളാണ് എന്ന് പറയുമ്പോഴാണ് ഈ സംഭവത്തിൻ്റെ കൂടുതൽ ആ ഒരു ഭീകരത മനസ്സിലാകുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ് മരിച്ചവർ. ഒപ്പം കാറിൽ സഞ്ചരിച്ചിരുന്ന മറ്റുള്ളവരും 1ാം വർഷ വിദ്യാർത്ഥികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൃത്യമായി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ 3.5 ദശലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികൾ അധിവസിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ഇന്ന് 53ാം പിറന്നാൾ. രാജ്യമെമ്പാടും വിപുലമായ ആഘോഷ പരിപാടികളാണ് ദേശീയ ദിനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. സ്വദേശികൾക്കൊപ്പം UAE-യിൽ താമസിക്കുന്ന 200-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളും ആഘോഷങ്ങളുടെ ഭാഗമായി. വിവിധ പ്രവിശ്യകളായി കിടന്നിരുന്ന പ്രദേശങ്ങളെ ഒരുമിപ്പിച്ച് ഒരൊറ്റ രാജ്യമായി UAE മാറിയത് 1971 ഡിസംബർ 2-നാണ്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമൽ ഖൊയ്ൻ, ഫുജൈറ എന്നീ 6 പ്രവിശ്യകളാണ് ഒരൊറ്റ രാജ്യമെന്ന ഉടമ്പടിയിൽ ആദ്യം ഒപ്പുവെച്ചത്. 1972 ഫെബ്രുവരി 10-ന് റാസൽ ഖൈമയും UAE-ക്കൊപ്പം ചേർന്നു. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും നേതൃമികവിൽ UAE വികസന കുതിപ്പ് തുടരുകയാണ്. 7 എമിറേറ്റുകളുടെ ഭരണാധികാരികൾ ഉൾപ്പെടുന്ന സുപ്രീം കൗൺസിലാണ് രാജ്യത്തിന്റെ ഭരണനിർവഹണം നടത്തുന്നത്. 53ാം ദേശീയ ദിനാഘോഷങ്ങൾ രാജ്യമെമ്പാടും തുടരുകയാണ്. കരിമരുന്ന് കലാപ്രകടനങ്ങളും ലേസർ ഷോയും കലാസാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ദേശീയ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി UAE-യുടെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും പ്രമേയമാക്കി ഹവ എമിറാത്തി എന്ന പേരിൽ നൃത്തശില്പം അരങ്ങേറി. 40ഓളം കലാകാരന്മാർ അണിനിരുന്ന കലാപരിപാടി കാഴ്ചക്കാർക്ക് നവ്യാനുഭവം സമ്മാനിച്ചു. ഡിസംബർ 3 വരെ വൈകിട്ട് 7 മണിക്കും 9:45-നും ഗ്ലോബൽ വില്ലേജിലെ പ്രധാന വേദിയിൽ നൃത്തശില്പം അരങ്ങേറും. ദുബായ് ഉൾപ്പെടെ വിവിധ എമിറേറ്റുകളിൽ ഇന്ത്യൻ പ്രവാസി കൂട്ടായ്മകളും സംഘടനകളും UAE ദേശീയ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. സഹിഷ്ണുതയും സഹവർത്തിത്വവും സഹകരണം എന്നിവയുടെ ഉത്തമ മാതൃകയായ UAE-യുടെ ദേശീയ ദിനം ഇവിടെ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെയും ആഘോഷമാണെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ UAE ദേശീയ ദിനത്തിന്റെ ഭാഗമായി നൽകിയ വീഡിയോ സന്ദേശത്തിൽ നിരവധി ഇന്ത്യക്കാർക്ക് ഉപജീവനത്തിനും താമസിക്കാനും അവസരം നൽകിയ UAE ഭരണകർത്താക്കൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. 2047-ൽ ഇന്ത്യ വികസിത രാഷ്ട്രമാകുമ്പോൾ ആ യാത്രയ്ക്ക് പിന്തുണ നൽകിയ ഉറ്റ സുഹൃത്തെന്ന സ്ഥാനമായിരിക്കും UAE-ക്കെന്ന് കോൺസുൽ ജനറൽ വ്യക്തമാക്കി. നാൽപ്പത് വർഷത്തോളം അറബ് മണ്ണിൽ ജീവിതം നയിച്ച പ്രവാസികളും നാട്ടുകാരും UAE-യുടെ 53ാമത് ദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി കൂടിച്ചേർന്നു. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ഒരുക്കിയ സംഗമം പ്രവാസ ജീവിതത്തിന്റെ പോയ കാലങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായി.
അറബ് മണ്ണിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിതം നയിച്ച പ്രവാസികൾ ഒത്തുചേർന്നപ്പോൾ നാട്ടിലൊരുക്കിയ UAE ദേശീയ ദിനാചരണം പോയ കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിന്റെ നിറഞ്ഞ സദസ്സായി മാറി. 42 വർഷക്കാലം UAEയിൽ ജോലി ചെയ്ത തൃക്കരിപ്പൂർ പൂവളപ്പിലെ ഇസ്മയിൽ അഹമ്മദ് ഹാജിയുടെ വീട്ടുവളപ്പിൽ ഇന്ത്യൻ പതാകയും UAE പതാകയും ചേർത്തുവെച്ച് തോരണങ്ങൾ ഒരുക്കിയായിരുന്നു UAE 53ാമത് ദേശീയ ദിനാചരണം നടത്തിയത്. ആളുകൾ ജീവിക്കാനായി തൊഴിൽ തേടി ലോഞ്ച് കയറി അറബ് നാട്ടിലെത്തിയ കാലമടക്കം അയവിറക്കി. UAEയിലെ റേഡിയോ സ്റ്റേഷനുകളിൽ 25 വർഷക്കാലം പ്രോഗ്രാം ഡയറക്ടറായിരുന്ന രമേഷ് പയ്യന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കൊക്കെ എത്രയോ കാലം മുമ്പ് ഇതുപോലെ ഈ ലോഞ്ചിലൊക്കെ പോയിട്ട് അവിടെ തീരമണഞ്ഞവരും തീരമണയാത്തവരും കടലിൽ പെട്ടുപോയി ജീവൻ പൊലിഞ്ഞ ആൾക്കാർ എത്രയോ ഉണ്ട്. അപ്പൊ അവരൊക്കെയാണ് ആ നമ്മുടെ അന്ന് UAE അല്ലെങ്കിലും ആ പേർഷ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരൊക്കെ പോകുന്നത്. അപ്പൊ ആ പേർഷ്യയിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ തൊഴിൽ കിട്ടും, ജീവിക്കാൻ എന്തെങ്കിലും വക കിട്ടും എന്നുള്ള ഒരു മോഹത്തോടു കൂടിയാണ് ആൾക്കാർ അങ്ങനെ പോയിരുന്നത്. UAE ദേശീയ ദിനാചരണ സംഗമത്തിന്റെ ഭാഗമായി പ്രദേശത്തെ അംഗൻവാടി കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർക്ക് മധുരപലഹാര വിതരണവും നടത്തി. അമൃത ന്യൂസ്, കാസർഗോഡ്. 13 മണിക്കൂറുകൾ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കുവൈറ്റ് വിമാനത്താവളത്തിൽ കുടുങ്ങി ഇന്ത്യൻ യാത്രക്കാർ. എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഗൾഫ് എയർ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. മുംബൈയിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് പോകാൻ കണക്ഷൻ ഫ്ലൈറ്റിലുള്ള യാത്രക്കാരാണ് കുടുങ്ങിപ്പോയത്. മണിക്കൂറുകൾ പലത് കഴിഞ്ഞിട്ടും യാത്രക്കാർക്ക് ഭക്ഷണമോ വെള്ളമോ ലഭിച്ചില്ലെന്നാരോപിച്ച് യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. UK, US എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് മാത്രമാണ് എയർലൈൻ താമസ സൗകര്യവും മറ്റും നൽകിയതെന്നായിരുന്നു ആരോപണം. ഇന്ത്യ, പാകിസ്ഥാൻ, മറ്റ് തെക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കെതിരെ വിമാനത്താവള അധികൃതർ പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയതെന്നും യാത്രക്കാർ ആരോപിച്ചു. എന്നാൽ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അധികൃതർ വിഷയം ഏറ്റെടുക്കുകയും യാത്രക്കാരെ സഹായിക്കാൻ എയർലൈനുമായി ഏകോപിപ്പിക്കാനും എംബസിയിൽ നിന്നുള്ള ഒരു സംഘം വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു. എയർപോർട്ട് ലോഞ്ചുകളിൽ യാത്രക്കാർക്ക് ഇവർ താമസം ഒരുക്കി. GCC ഉച്ചകോടി നടക്കുന്നതിനാലും കുവൈറ്റിൽ പൊതു അവധിയായതിനാലും ഇന്ത്യൻ പൗരന്മാരെ ഹോട്ടലുകളിലേക്ക് മാറ്റാനുള്ള എൻട്രി വിസ ലഭിച്ചില്ല. എംബസി ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷമാണ് എയർലൈൻ ലോഞ്ചിലേക്ക് പ്രവേശനം ലഭിച്ചത്. തുടർന്ന് കുവൈറ്റിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള വിമാനം ഡിസംബർ 2 പുലർച്ചെ 3:30 പുറപ്പെട്ടു. 45ാമത് ഗൾഫ് ഉച്ചകോടിക്ക് കുവൈറ്റിൽ സമാപനം. സാമ്പത്തികം, വികസനം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്തു. ഉച്ചകോടിയുടെ ഉദ്ഘാടനം കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ സബാഹ് നിർവഹിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് വികസനത്തിനും പുരോഗതിക്കും ഭീഷണിയുയർത്തുന്ന അതീവ സങ്കീർണമായ സാഹചര്യത്തിലാണ് ഉച്ചകോടി നടക്കുന്നതെന്ന് കുവൈത്ത് അമീർ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ഏകീകൃത നയരൂപീകരണം, പാരമ്പര്യേതര വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കൽ, വ്യാപാര നിക്ഷേപം സുഗമമാക്കൽ, പ്രാദേശിക വ്യവസായ മേഖലകൾ ശക്തിപ്പെടുത്തൽ മുതലായ മാർഗങ്ങൾ വഴി ഇത് സാധ്യമാകുമെന്നും അമീർ വ്യക്തമാക്കി. പാലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തെയും പലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തിവരുന്ന വംശഹത്യയെയും അമീർ ശക്തമായി അപലപിച്ചു. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോടും സെക്യൂരിറ്റി കൗൺസിലിനോടും ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ, ഖത്തർ അമീർ തമീം ബിൻ ഹമ്മദ് ബൽത്താനി, UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ, ബഹ്റൈൻ കിരീടാവകാശി സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ, ഒമാൻ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഫഹദ് ബിൻ മുഹമ്മദ് അൽ സയ്യിദ് എന്നിവർ അംഗരാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉച്ചകോടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കുവൈറ്റ്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റിയിലെ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ SADC ട്രേഡ് കമ്മീഷന് അബുദാബിയിൽ തുടക്കമായി. പ്രമുഖ മലയാളി വ്യവസായി വിജയ് ആനന്ദിനെ സിംബാബ്വെ, UAE, ഇന്ത്യ എന്നിവിടങ്ങളിലേക്കുള്ള ട്രേഡ് കമ്മീഷണറായി നിയമിച്ചു. SADC അംഗരാജ്യങ്ങൾക്കിടയിൽ ബിസിനസ് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുമെന്ന് വിജയാനന്ദ് പറഞ്ഞു. ഇന്ത്യൻ ഇക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ ഗൾഫ് ഡയറക്ടർ ബെൻസി ജോർജ്, സിംബാബ്വെ എംബസി പ്രതിനിധി ലൗമോർ മെസ്സേമോ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരും. അതീവ തീവ്ര മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട്, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത്. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് റെഡ് അലർട്ട് ഉള്ള ജില്ലകളിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. കാസർഗോഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നേരത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം മലപ്പുറത്ത് ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ട ഒരു സാഹചര്യവും ഈ മഴയെ തുടർന്ന് ഉണ്ടായി. തമിഴ്നാട്ടിൽ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കുറഞ്ഞുവെങ്കിലും മഴക്കെടുതി അവസാനിച്ചിട്ടില്ല. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ 7 പേർ മരിച്ചു. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. കൂറ്റൻ പാറക്കല്ലുകളും വീണ്ടും മണ്ണിടിയുമെന്ന ഭീഷണിയും മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് എത്താനാകാത്ത സാഹചര്യവും തെരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. 3 വീടുകൾ പൂർണ്ണമായി മണ്ണിലടിയിലാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തമിഴ്നാട്ടിലെ 20 ജില്ലകളിൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലൂർ, വിഴുപ്പുറം, കള്ളക്കുറിച്ചി എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. തമിഴ്നാട്ടിലെ മഴക്കെടുതിയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര സഹായം തേടിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 2000 കോടി രൂപ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പാർലമെന്റ് സ്തംഭനം ഒഴിവാക്കാൻ സർക്കാർ പ്രതിപക്ഷ ധാരണ. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. സഭയിൽ വിഷയം ഉന്നയിക്കാൻ നാളെ സമാജ്വാദി പാർട്ടിക്കും അനുമതി നൽകി. കുവൈറ്റിൽ അവധി ദിവസങ്ങളിൽ ഫാം ഹൗസുകളിൽ തിരക്ക് വർദ്ധിക്കുന്നു. രാജ്യത്തെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മിക്ക സംഘടനാ പരിപാടികളും വിവിധ പ്രദേശങ്ങളിലെ ഫാം ഹൗസുകളിലാണ് നടത്തുന്നത്. ഇതോടെ വാടക നിരക്ക് ഇരട്ടിയായി. ഇതുവരെ കുവൈറ്റിലെ വിവിധ രാജ്യക്കാരുടെ സംഘടനകൾ കലാ സാംസ്കാരിക പരിപാടികൾ രാജ്യത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നടത്തിയിരുന്നത്. എന്നാൽ നിലവിൽ പൊതുപരിപാടികൾ നടത്തണമെങ്കിൽ അധികൃതരുടെ നിരവധി അനുവാദ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ് എന്നുള്ളതും പുതിയ കെട്ടിട നിയമപ്രകാരം ഫ്ളാറ്റുകൾക്കടിയിലുള്ള ബേസ്മെന്റ് ഹാളുകൾ പൊളിച്ചു കളഞ്ഞതും പരിപാടികൾ നടത്താനുള്ള സ്ഥല ലഭ്യത കുറയാൻ കാരണമായി. കുടുംബവുമൊത്ത് അവധി ദിനങ്ങൾ ആഘോഷിക്കാനാണ് ആളുകൾ ഫാം ഹൗസുകളിൽ പോകുന്നത്. എന്നാൽ സംഘടനാ പരിപാടികളും നടത്താൻ തുടങ്ങിയതോടെ ഫാം ഹൗസുകൾ ലഭ്യമല്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമേ അത്യാവശ്യം സൗകര്യമുള്ള ഫാം ഹൗസുകൾ ലഭിക്കുക. കുവൈത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിവിടെ ആകെ ഒരു നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്ന ഒരു 3 മാസം, ഒരു 4 മാസം ഇടയിൽ, അത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരികളിൽ നല്ല ക്ലൈമറ്റ്. ബാക്കിയെല്ലാം ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ നമ്മളെ ജോലിന്റെ സ്ട്രെസ്സും അതൊന്നും കഴിഞ്ഞിട്ട് നമുക്കൊരു എന്റർടൈൻമെന്റിന് വേറെ ഒരു സ്ഥലങ്ങളില്ല. ഒരു മരുഭൂമി സ്ഥലത്ത് അബ്ദലി അല്ലെങ്കിൽ വഫ്ര അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏരിയാസിൽ ഒരുപാട് പച്ചപ്പും ആനിമൽസും മൃഗങ്ങളും ബേർഡ്സും എല്ലാം ആയിട്ട് പുതിയൊരു അനുഭവം. നിലവില് നമ്മുടെ കുവൈറ്റിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് സംഘടനകൾക്കൊന്നും തന്നെ ഒത്തുചേർന്നിട്ട് ഒരു പരിപാടി നടത്താനുള്ള സാഹചര്യം ഇല്ല. പ്രധാനമായിട്ടും ഹാളുകൾ പഴയ പോലെ അവൈലബിൾ ആയിരുന്നു, അതിപ്പോൾ അങ്ങനെ ലഭ്യമല്ല. കുവൈറ്റില് നമ്മളിത് ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ജോലി തിരക്കാണ് എല്ലാവർക്കും. പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ പുറത്തു പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് കുവൈറ്റില്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു വിശ്രമ വേളകളിൽ കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വീക്കെൻഡ്സിൽ ഇതുപോലെയുള്ള ശാലകളും, അത് മാത്രമേ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ. വീക്കെൻഡില് ശാലകളിൽ വരിക എന്നുള്ളത് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കുവൈറ്റിൽ താമസിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് ആണ്. ഫ്ലാറ്റുകളിലെ കുടിസ് മുറികളിൽ നിന്ന് നമുക്ക് ഇറങ്ങി ഒരു വിശാലമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ശരിക്കും കാറ്റും വെളിച്ചമൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൂടാനും ഇത് വളരെയധികം നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. ജിദ്ദയിലെ എഞ്ചിനീയർമാരുടെ പ്രൊഫഷണൽ കൂട്ടായ്മയായ കേരള എഞ്ചിനീയേഴ്സ് ഫോറം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഉദ്ഘാടനം നിർവഹിക്കും. കേരള എഞ്ചിനീയേഴ്സ് ഫോറം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഡിസംബർ 6 ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ ബോയ്സ് സെക്ഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് വെള്ളിയാഴ്ച ഉച്ചക്ക് 3 മണിക്ക് തുടങ്ങുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നടക്കുന്നത് എംബസി സ്കൂളിൽ വെച്ച് ഈ ഡിസംബർ 6 വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ. കോൺസുൽ ജനറൽ ഹിസ് എക്സലൻസി ഫഹദ് സൂരി ആയിരിക്കും അതിന്റെ ഇനാഗ്രേഷൻ നിർവഹിക്കുന്നത്. പ്രോഗ്രാമിലേക്ക് 10, 11, 12 ക്ലാസുകളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായിരിക്കും പ്രവേശനം പൂർണ്ണമായും സൗജന്യമായിരിക്കും. മാറുന്ന ലോകത്തിലെ ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള വിജ്ഞാനപ്രദമായ ഒരു പ്രോഗ്രാം ആയിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഫഷൻസ് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക്
ഈ കുട്ടികൾ എത്താൻ ഏത് കോഴ്സിലൂടെയാണ് നിങ്ങൾ ആ പ്രൊഫഷനിലേക്ക് എത്തുക? കോഴ്സ് അത് എഡ്യൂക്കേഷണൽ റോഡ് മാപ്പ്. മറ്റൊന്ന് സ്കില്ലും ഇതിനു വേണ്ട ആപ്റ്റിറ്റ്യൂഡും എന്തൊക്കെയായിരിക്കണം? ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, സ്പോർട്സ് ആൻഡ് മീഡിയ, ലോ ആൻഡ് ലീഗൽ, മാനേജ്മെന്റ് തുടങ്ങിയ 10ഓളം മേഖലയിലെ വിദഗ്ധർ വിദ്യാർത്ഥികളുമായി സംവദിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സഫ്വാൻ PM, അൻസാർ ഹാരിസ്, അബ്ദുൽ മജീദ്, ഇക്ബാൽ പൊക്കുന്ന് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സുൽഫിഖർ അദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഇന്ത്യയിലെ പ്രശസ്ത ജ്വല്ലറി ബ്രാൻഡായ മൊറാൾഡയുടെ രണ്ടാമത്തെ അന്താരാഷ്ട്ര ഷോറൂം ദുബായിൽ തുറന്നു. പ്രശസ്ത ഇന്ത്യൻ അഭിനേത്രിയും മൊറാൾഡയുടെ ബ്രാൻഡ് അംബാസിഡറുമായ മൃണാൾ താക്കൂർ ഉദ്ഘാടനം ചെയ്തു. മൊറാൾഡ ജ്വൽസ് ചെയർമാൻ ജലീൽ എടത്തിൽ, മൊറാൾഡ ഇന്റർനാഷണൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ ജസീൽ എടത്തിൽ, ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങളും അഭിരുചികളും മനസ്സിലാക്കി മികച്ച ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി ആഭരണങ്ങൾ നൽകുക എന്നതാണ് മൊറാൾഡയുടെ പ്രധാന ലക്ഷ്യമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഉദ്ഘാടന ഓഫറുകളുടെ ഭാഗമായി പണിക്കൂലിയിൽ ഇളവ് നൽകുന്നതിനൊപ്പം ഓരോ പർച്ചേസിലും സ്വർണ്ണ നാണയങ്ങളും സൗജന്യമായി ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ക്യാരറ്റിന് 750 ദിർഹം കിഴിവിൽ ഡയമണ്ട്സും സ്വന്തമാക്കാം. സൗദിയിൽ റെന്റ് കാർ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ബാധകമായ വ്യവസ്ഥകൾ ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി മാറ്റം വരുത്തി. ഇതുമായി ബന്ധപ്പെട്ട കരട് നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കായി പബ്ലിക് കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ അതോറിറ്റി പരസ്യപ്പെടുത്തി. റെന്റ് കാർ കമ്പനികൾക്ക് കീഴിൽ മിനിമം 3000 അതിൽ കൂടുതലും കാറുകൾ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ റദ്ദാക്കി. എന്നാൽ ലൈസൻസ് അനുവദിച്ച പ്രവിശ്യയിലോ നഗരത്തിലോ കമ്പനിക്ക് മെയിൻ ആസ്ഥാനം ഉണ്ടായിരിക്കണം. ലൈസൻസ് ഉള്ള പ്രവിശ്യയിലും നഗരത്തിലും കമ്പനിക്ക് എത്ര ശാഖകൾ വേണമെങ്കിലും തുറക്കാം. മറ്റു പ്രവിശ്യകളിലും സ്ഥാപനങ്ങൾക്ക് ശാഖകൾ ആരംഭിക്കാം. മറ്റ് പ്രവിശ്യകളിൽ ശാഖകൾ തുറക്കുന്നതിന് ഓരോ പ്രവിശ്യയിലും കമ്പനിക്ക് കീഴിൽ മിനിമം 100 കാറുകളെങ്കിലും ഏർപ്പെടുത്തണമെന്ന് വ്യവസ്ഥയുണ്ട്. വാഹനങ്ങൾക്ക് 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാകാൻ പാടില്ല. ശുദ്ധമായ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കാറുകൾക്ക് ഇതിൽ ഇളവ് നൽകും. ഉപയോക്താക്കൾക്ക് കൈമാറുന്ന സമയത്ത് കാറിന്റെ ടാങ്കിന്റെ ശേഷിയുടെ 4/1 കുറയാത്ത ഇന്ധനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ 1000 റിയാൽ പിഴ ചുമത്തും തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ അതോറിറ്റി പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ CPM നേതാവും ചെങ്ങന്നൂർ മുൻ MLAയുമായ KK രാമചന്ദ്രൻ നായരുടെ മകന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ച സുപ്രീംകോടതി. ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഒരു MLAയുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകാനാകുമെന്ന് കോടതി ചോദിച്ചു. ജനപ്രതിനിധിയുടെ മകൻ എന്നത് ആശ്രിത നിയമനത്തിനുള്ള യോഗ്യതയായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ മതിയായ യോഗ്യതകൾ പ്രശാന്തിനുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നൽകിയതെന്നുമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അവകാശപ്പെട്ടിരുന്നത്. 2018 ജനുവരിയിലായിരുന്നു KK രാമചന്ദ്രൻ നായരുടെ മകൻ പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ആശ്രിത നിയമനം നൽകിയത്. മന്ത്രിസഭാ തീരുമാനപ്രകാരമായിരുന്നു നിയമനം. പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ചുകൊണ്ടുള്ള നിയമനം ചോദ്യം ചെയ്ത് പാലക്കാട് സ്വദേശി അശോക് കുമാർ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ആശ്രിത നിയമനം റദ്ദാക്കുകയും ചെയ്തു. 2021 ഡിസംബറിലായിരുന്നു വിധി വന്നത്. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു ഹൈക്കോടതി വിധി. ഹൈക്കോടതിക്ക് പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഹർജിയാണ് കോടതി തള്ളിയത്. അതേസമയം സർവീസിലിരുന്ന കാലത്ത് വാങ്ങിയിരുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കരുതെന്ന ഹർജിക്കാരന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. ആശ്രിത നിയമനം സംബന്ധിച്ച് കൃത്യമായ സർവീസ് ചട്ടങ്ങൾ സംസ്ഥാനത്തിനുണ്ട്. കേരള സബോർഡിനേറ്റ് സർവീസ് ചട്ടപ്രകാരം തസ്തിക സൃഷ്ടിച്ച് ഇത്തരത്തിലൊരു നിയമനം നടത്താൻ മന്ത്രിസഭയ്ക്ക് കഴിയുമോ എന്ന കാര്യവും സുപ്രീം കോടതി പരിശോധിച്ചു. ഒരു MLAയുടെ മകന് ഇത്തരത്തിലുള്ള നിയമനം നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി നിയമനം റദ്ദാക്കിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. 25 വർഷത്തിലധികമായി നീളുന്ന പ്രശ്നമാണ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ 2ാം ഘട്ട നിർമ്മാണം. പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ ആളുകളാണ് ദുരിതത്തിലായിരിക്കുന്നത്. സ്ഥലത്ത് കല്ലിട്ട് പോയെങ്കിലും ഇവർക്ക് പണം ലഭിച്ചിട്ടില്ല. സർക്കാർ ഭൂമിയായതിനാൽ ഈ സ്ഥലം ഉപയോഗിക്കാനും സാധിക്കില്ല. 3 പതിറ്റാണ്ടിനടുത്തായി ഈ ദുരിതം സഹിക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ. കളമശ്ശേരി HMT റോഡ് മുതൽ എയർപോർട്ട് വരെ 14.5 കിലോമീറ്ററാണ് റോഡ് നിർമ്മാണത്തിന്റെ 2ാം ഘട്ടം. HMT NAD ഭൂമി ഏറ്റെടുക്കലായിരുന്നു പദ്ധതിയിലെ പ്രധാന പ്രശ്നങ്ങൾ. HMT ഭൂമി ലഭിക്കുന്നതിനായി കെട്ടിവെക്കേണ്ട 18,77,27,000 രൂപ സർക്കാർ അനുവദിച്ചു. NADയുടെ ഭൂമി ലഭിക്കാനുള്ള 23 കോടി ഉടൻ അനുവദിക്കുമെന്നാണ് മന്ത്രി P. രാജീവിന്റെ വാക്കുകൾ.
പദ്ധതി നീണ്ടുപോകുന്നതിനാൽ ബുദ്ധിമുട്ടിലാകുന്നത് ഭൂമി വിട്ടുകൊടുത്ത് കാത്തിരിക്കുന്ന സാധാരണ ജനങ്ങളാണ്. സർക്കാർ ഏറ്റെടുത്ത് കല്ല് നാട്ടിയതിനാൽ ഈ ഭൂമി വിൽക്കാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ സാധിക്കില്ല. അതേസമയം തന്നെ ഇവർക്കുള്ള പണവും ലഭിച്ചിട്ടില്ല. ഇതൊരു 27 വർഷത്തോളമായി ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മക്കളെ കെട്ടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ ഒക്കെ ഇടിഞ്ഞു വീഴാറായി, ഒന്നിനും ഇതെല്ലായിടത്തും കണ്ടിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഒരുപാട് പേര് ഇത് മോഹിച്ചിരുന്ന് മരിച്ചുപോയവരുണ്ട്. വിഷയത്തിൽ പ്രതിഷേധവുമായി ജനങ്ങൾ നിരവധി തവണ അധികാരികളെ സമീപിച്ചു. കളക്ട്രേറ്റിൽ നടത്തിയ സമരമാണ് ഏറ്റവും ഒടുവിലെത്തിയത്. NADയിൽ നിന്ന് 21,434 സ്ക്വയർ മീറ്റർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. കഴിഞ്ഞ മാർച്ചിൽ ഭൂമി അനുവദിച്ച് ഉത്തരവായിരുന്നു. ഇതിനുള്ള തുക അനുവദിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മാത്രമാണ് മന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. ഏത് വികസനത്തിന്റെ പേരിലായാലും 27 കൊല്ലത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അങ്ങേയറ്റം ക്രൂരതയാണ്. ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം വേണം. ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. CHR പ്രശ്നത്തിൽ സമരവുമായി കോൺഗ്രസും CPMഉം രംഗത്ത്. CHR കേസിൽ സുപ്രീം കോടതിയിൽ തിരിച്ചടിയുണ്ടായത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയത് UDF സർക്കാരുകളാണെന്ന ആക്ഷേപമാണ് CPM ഉയർത്തുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ IAS ഉദ്യോഗസ്ഥൻ K. ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറിയത്. Sharanamritam co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with GDS Upasana Agarbattis. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ ശബരിമല തീർത്ഥാടകർ പരമ്പരാഗത കാനനപാത ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി. മോശം കാലാവസ്ഥയിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് കോടതിയുടെ നിർദ്ദേശം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലാ കളക്ടർമാർ കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കണം. കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ തീർത്ഥാടനം പാടില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. വണ്ടിപ്പെരിയാർ, സത്രം, പുൽമേട്, എരുമേലി വഴിയുള്ള തീർത്ഥാടനമാണ് നിർത്തിയത്. ശബരിമലയിൽ മഴയെ വകവയ്ക്കാതെയുള്ള തീർത്ഥാടന പ്രവാഹമായിരുന്നു. ചുഴലിക്കാറ്റും മഴയും മൂലം തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിലെ തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞു. പമ്പാ സ്നാനം നടത്തുന്ന വിവിധയിടങ്ങളിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലുമായി ശനിയാഴ്ച തുടങ്ങിയ മഴ ഇപ്പോഴും ഇടവിട്ട് തുടരുകയാണ്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിലും മലചവിട്ട് ദർശനം നടത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തെ ഒരു തരത്തിലും ഇത് ബാധിച്ചിട്ടില്ല. പുലർച്ചെ നട തുറന്ന് മണിക്കൂറുകൾക്കകം 22,000 മുകളിൽ ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. മണിക്കൂറിൽ 400-നും 5,000-നും ഇടയ്ക്ക് തീർത്ഥാടകരാണ് ദർശനം നടത്തുന്നത്. മഴയും ചുഴലിക്കാറ്റും കാരണം തമിഴ്നാട്, ആന്ധ്ര മേഖലകളിലുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞു. കനത്ത മഴ കാരണം പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുകൂല കാലാവസ്ഥ ഉണ്ടായാൽ മാത്രം പാത തുറന്നാൽ മതിയെന്നാണ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ഇതിനു പുറമെ സത്രം, പുല്ലുമേട് വഴിയുള്ള പാതയും അടച്ചു. മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടാണ് നടപടി. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ് വലിയ കുഴികൾ ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചില നിയന്ത്രണങ്ങളും മുൻകരുതലുകളും പോലീസിന്റെ ഭാഗത്ത് എടുത്തിട്ടുണ്ട്. ഒന്നാമത് പമ്പയിൽ ഭക്തജനങ്ങൾക്ക് പമ്പയിൽ സ്നാനം ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാനനപാതയിൽ കൂടിയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളത് നിയന്ത്രണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പുൽമേട് വഴി വരുന്ന യാത്രകളും ഇപ്പോൾ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ മഴയുമായിട്ട് ബന്ധപ്പെട്ട് എമർജൻസി റെസ്പോൺസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഏകോപനത്തിനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പരസ്പരം കൈമാറാനും വേണ്ടിയുള്ളതാണ്. പരമ്പരാഗത കാനനപാതയിൽ കുടുങ്ങിയ ഭക്തരെ KSRTC പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി പമ്പയിലെത്തിച്ചു. അതേസമയം പമ്പ അടക്കമുള്ള നദികളിൽ ഇറങ്ങുന്നതിനും നിയന്ത്രണമുണ്ട്. അപകട സാധ്യത മുന്നിൽ കണ്ട് സ്നാനഘട്ടം ചെയ്യുന്ന പലയിടങ്ങളിലും വടം കെട്ടി തിരിച്ചിട്ടുണ്ട്. നിലവിൽ വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ പോലീസിന് പുറമെ ദുരന്ത നിവാരണ സേനാ വിഭാഗങ്ങളടക്കം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. അമൃത ന്യൂസ്, സന്നിധാനം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 7ാം റൗണ്ട് മത്സരം നാളെ നടക്കും. കഴിഞ്ഞ ദിവസം നടന്ന 6ാം റൗണ്ട് മത്സരവും സമനിലയായതോടെ നിലവിലെ ജേതാവായ ഡിംഗ്ലിറനും ഇന്ത്യയുടെ ഡി ഗുകേഷും 3 പോയിന്റ് വീതം നേടി ഒപ്പത്തിനൊപ്പമാണ്. 14 മത്സരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ ഉള്ളത്. ആദ്യം 7.5 പോയിന്റ് ലഭിക്കുന്ന ആൾക്കാണ് ലോക ചെസ് കിരീടം സ്വന്തമാക്കാൻ കഴിയുക.
മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.